ആരൊക്കെ ഉണ്ട് പറഞ്ഞെടുക്കി സാറിനെ പറഞ്ഞെടുത്താൽ മതി. പോയത് ഇവിടുന്ന് അങ്ങോട്ടാ പോയത്. എത്ര വലുപ്പം കണ്ടത്? പട്ടിനേക്കാളും വലുപ്പമുണ്ട്. നീളോ കളറോ? മണ്ണിന്റെ കളർ നോക്കി ഫോട്ടോ നോക്കി. വാലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പോയാലും സ്പീഡിലോ എത്ര മണിക്ക് മുന്നിൽ ഓടിയിട്ടുണ്ട്. അങ്ങോട്ടാ പോയത്? ഇങ്ങോട്ടല്ലേ? നിറം ഏകദേശം ഇതേപോലെയാണോ? അതാണെങ്കിൽ നിങ്ങൾ പറയുന്ന സാധനമല്ലേ? നമുക്ക് കിട്ടിയ കാൽപ്പാടൊക്കെ ഇതാണെങ്കിൽ ഇതിന്റെ കൈയിന്റെ വലിപ്പം തന്നെ ഉണ്ടോ? നമ്മുടെ ഈ പഗ്മാർക്ക് എന്ന് പറഞ്ഞ ഇത്രേ ഈ സാധനം കുറെ നമ്മുടെ കാരശ്ശേരി പഞ്ചായത്തിൽ പുലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി ഭീതി നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് നമ്മളെ കാരശ്ശേരി പഞ്ചായത്തിലെ 2-ാം വാർഡ് ഞങ്ങൾ കൂടങ്കര മുക്ക് കുമാരനെല്ലൂരിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പുലിനെ കുട്ടികൾ കളിക്കുന്നതിനിടെ കണ്ടതായിട്ട് പറയുകയും അവരോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പുലിൻ്റെ സാദൃശ്യമുള്ള ഒരു സാധനം തന്നെയാണ് കണ്ടതെന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മളതാ 2-ാം വാർഡ് മെമ്പർ കൂടിയായ അതുപോലെ തന്നെ കാരശ്ശേരി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജംഷീർ നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വരികയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ച നിലയ്ക്ക് ഇത് പുലിയല്ല എന്നുള്ളതാണ് ഒരു നിഗമനത്തിലെത്തുന്നത്. നമ്മൾ നിലവിൽ പുലിനെ ഇവിടുന്ന് കണ്ടിട്ടില്ല. കുട്ടികൾ കണ്ട കുട്ടികളോട് നമ്മൾ അവരോട് തന്നെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറയുന്ന സാദൃശ്യം അത് ഇവർ ഫോട്ടോ കാണിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഫോട്ടോ കാണിച്ചതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു പൂച്ചപ്പുലിയാണെന്നല്ല അല്ലേ? പൂച്ചപ്പുലി അത് ഒരു ആക്രമണകാരി അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്കൊരു വ്യക്തമായ സ്ഥിരീകരണം വരണമെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ഫോട്ടോ വീഡിയോ കിട്ടണം. അതിൻ്റെ കാൽപ്പാടുകളും നമുക്ക് ഇവിടുന്ന് നിലവിൽ കിട്ടിയിട്ടില്ല. കാരണം ഇത് ഉറച്ച മണ്ണാണ്, അവിടുന്ന് കിട്ടാൻ സാധ്യതയില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഡ്രോൺ വെച്ചിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ തന്നെ ഇരുന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ തെരച്ചിൽ നടത്തി. നമ്മളെ വൈസ് പ്രസിഡന്റ് കൂടെ തന്നെ ഉണ്ടായിരുന്ന എല്ലാത്തിനും. നിലവിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ ഈ മുക്കം കുമാരനെല്ലൂർ കാരശ്ശേരി പഞ്ചായത്തുകളിൽ അതുമാതിരി വലത്തായിപ്പാറ പിന്നെ എവിടെയായിരുന്നു പിന്നെ കളരിക്കണ്ടി തേക്കുറ്റി ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു വ്യക്തത എപ്പോഴും വരേണ്ടതുണ്ട്. അപ്പോൾ ആളുകൾ ഭീതിപ്പെടേണ്ട എന്നുള്ളതാണ് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. കാരണം ഇനി പുലിയാണെങ്കിൽ തന്നെ അത് ചുമ്മാ ആക്രമിക്കില്ല എന്നാണ് പറയുന്നത്. അതിനെന്തെങ്കിലും ഭയപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ആയാലോ അതല്ലെങ്കിൽ ഇതിൽ ലോക്കായി പോയ രീതിയിലായാലോ അത് ആക്രമിക്കുള്ളൂ എന്നാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഭയപ്പെടാനൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ജംഷീർ അതുപോലെ തന്നെ കാരശ്ശേരി പഞ്ചായത്തിൽ ആരെങ്കിലും അറിയിക്കുക. അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അറിയിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്ന് ഒരു 10-11 മണിക്കുള്ളിൽ ചെറിയ കുട്ടികൾ ഈ സ്ഥലത്ത് വെച്ച് മുന്തിത്തോട് ഈ സ്ഥലത്ത് വെച്ച് കളിക്കുന്ന സമയത്താണ് പിന്നെ ഇതിൽ ഓടുന്നത് കണ്ടത്. പന്നിയെ പറത്തിക്കുന്നത് പോലെ അതിവേഗത്തിൽ ഓടുന്നത് കണ്ട്. അപ്പോൾ കുട്ടികൾ ഇവിടുന്ന് പേടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയും വീട്ടുകാരോട് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ കുട്ടികളുടെ നിഗമനത്തിൽ അവർ പറഞ്ഞത് ഇത് പുലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ പോയത്. അങ്ങനെ ഉടൻ തന്നെ അറിഞ്ഞ സമയത്ത് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അതുപോലെ തന്നെ അവർ ഇന്ന് വൈകുന്നേരം കുറച്ച് നേരത്തെ ഇവിടെ വന്നു. അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ കൂടി പരിശോധിച്ചു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രോൺ വെച്ച് പരിശോധിച്ചു. അതുപോലെ ഈ കാട് ഈ മിച്ചഭൂമി ഈ ഭൂമിയിലുള്ള പല സ്ഥലങ്ങളിലും കാടുകളിലൊക്കെ നമ്മളൊക്കെ പരിശോധിച്ച് നോക്കിയാലൊന്നും കണ്ടെത്താനായില്ല. അപ്പോൾ അവർ ഈ കണ്ട കുട്ടികളോട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഫോട്ടോ എടുത്ത് ഓരോന്ന് കാണിച്ചു കൊടുത്ത സമയത്ത് എന്നതാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൂച്ചപ്പുലിയാണ് എന്നുള്ള നിഗമനത്തിലാണുള്ളത്. മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ചും അതുപോലെ തന്നെ പൂച്ചപ്പുലിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ വല്ലത്തായിപ്പാറയിൽ കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ അള്ളി എസ്റ്റേറ്റിൽ കണ്ടതും നമ്മളെ തേക്കുമുറ്റി ഭാഗത്ത് കണ്ടപ്പോഴൊക്കെ അവിടെ കാൽപ്പാട് നോക്കി പരിശോധിക്കുമ്പോൾ മനസ്സിലാകാൻ സാധിച്ചത് പിന്നെ പൂച്ചപ്പുലി എന്നുള്ള നിഗമനത്തിലാണുള്ളത്. ജനങ്ങൾക്ക് ഭയങ്കര ആശങ്ക ഉണ്ട്, ഭയങ്കര പേടിയുണ്ട്. കാണുന്നവരൊക്കെ പുലിയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കാൽപ്പാട് പരിശോധിക്കുമ്പോൾ തെളിവുകൾ പരിശോധിക്കുമ്പോഴും അതൊരു പൂച്ചപ്പുലിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ 2 ക്യാമറകൾ ഫോറസ്റ്റ് സ്ഥാപിക്കുകയുണ്ടായി. പക്ഷേ ആ 2 ക്യാമറയിലും ഈ പുലി കുടുങ്ങുന്ന അല്ലെങ്കിൽ പൂച്ചപ്പുലി കുടുങ്ങുന്ന ഒരു
രീതി ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ജനങ്ങൾ വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു നിഗമനത്തിനാണുള്ളത്. ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല, അത് പൂച്ചപ്പുലി തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് തെളിവ് സഹിതം എത്താൻ നമുക്ക് സാധിച്ചത്. എന്നാലും എല്ലാവരും പിന്നെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അത് ആക്രമിച്ചിട്ടല്ല, ആരെങ്കിലും ഒരു ഫോട്ടോ വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുമോ നോക്കുക. എന്നിട്ട് പുലിയാണെന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. പുലിയാണെങ്കിൽ നമ്മൾ തള്ളിക്കളയാനൊന്നും പറ്റില്ല. 90% അവരിപ്പോഴും ഉറപ്പ് പറയുന്നുള്ളൂ പുലി അല്ല എന്നുള്ള നമുക്ക് തള്ളിക്കളയാൻ പറ്റുള്ളൂ. പക്ഷേ സാധ്യതകളനുസരിച്ചും അതുപോലെ തന്നെ സാഹചര്യ തെളിവുകളനുസരിച്ചും അല്ലേ, അതനുസരിച്ചും നിലവിൽ നമുക്ക് പൂച്ചപ്പുലിയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. നമ്മുടെ കുമാരനെല്ലൂർ കാരശ്ശേരി പഞ്ചായത്ത് മൊത്തം ആളുകളും ഒന്ന് ശ്രദ്ധിക്കുക. ഫോണിലെങ്കിലും ഒന്ന് വീഡിയോ എടുക്കാനെങ്കിലും പറ്റുമെന്ന്. കാരണം അത് ഇപ്പോൾ അവർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു 10 മിനിറ്റ് ഇപ്പോൾ രാവിലെ 10:11 നമ്മൾ ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നുകൊണ്ടിട്ട് സെർച്ച് ചെയ്താൽ ഈ പരിസരത്ത് അതിന് കിട്ടാൻ സാധ്യതയല്ല. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ യാത്ര ഏത് ഭാഗത്തു കൂടിയാണോ ആ ഭാഗത്തു കൂടെ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കതിനെ പിന്തുടർന്ന് പോകാന്നുള്ള ഇതിൻ്റെ ബാക്കിലൊക്കെ ഫുള്ളായിട്ട് കാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അഥവാ ഒരു പുലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ എല്ലാവരും വെട്ടാനുള്ള നടപടി ഇപ്പോൾ വില്ലേജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ട്. കാട് വെട്ടാനുള്ള ഒരു നടപടിയും കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കാരശ്ശേരി പഞ്ചായത്തിന് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കാം. നംഷീൻ്റെ നമ്പർ വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. നംഷീനെ വിളിച്ചാലും മതി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക്സ്.